Hello everyone, myself Anadu Sunny. ഞാനൊരു ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റാണ് ആൻഡ് ലാസ്റ്റ് 10 yearsആയിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് പൂജപ്പുരയുള്ള റീബൗണ്ട് ജിമ്മിലാണ് ആൻഡ് ഞാൻ ഇവിടുത്തെ ട്രെയിനറും കൂടിയാണ്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ ജിമ്മിലും കണ്ടുവരുന്ന ഒരു കോമൺ എക്യുപ്മെൻറ്റാണ് ട്രെഡ്മിൽ ആൻഡ് ഇതിൽ വരുന്ന ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ഇതാണ് ഞാൻ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നടക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് ആയിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പണ്ടൊരു കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആൾക്കാർ ഡെയിലി ലൈഫിൽ അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇന്നത്തേക്ക് ഒരു മോഡേൺ ഇത് വന്നപ്പോഴേക്കും നമുക്ക് നടത്തം കുറഞ്ഞു, എല്ലാവരും 2 വീലർ അല്ലെങ്കിൽ 4 വീലർ പോലുള്ള വാഹനങ്ങളിലേക്ക് മാറി. സോ അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഒരു ട്രെഡ്മിൽ കിട്ടിയാൽ അതേ സംബന്ധിച്ചോളം അവർ കൂടുതൽ നടക്കാൻ ശ്രമിക്കും. ഈ നടക്കുന്നത് കൊണ്ട് അവരുടെ ഒരു എന്താണ് ചിന്തിക്കുക, കൂടുതൽ ബേൺ ഔട്ട് ആവും, അതനുസരിച്ച് കൂടുതൽ നമുക്കൊരു വർക്കൗട്ട് കിട്ടി എന്നൊരു തോട്ടിലേക്കാണ് പോകുന്നത്. പക്ഷേ സംഭവം അവിടെ ശരിക്കും സംഭവിക്കുന്നത് നമ്മൾ ട്രെഡ്മിൽ അമിതമായി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസും അതുപോലെ തന്നെ മുട്ടിന് തേയ്മാനമുള്ളവർ അവരെ സംബന്ധിച്ചോളം ആ ഒരു അവസ്ഥ അത് ഗുരുതരമാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ആസ് എ ട്രെയിനർ ഇവിടെ ഇപ്പോൾ ഞാൻ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്ലയൻസ് നമ്മുടെ അടുത്ത് വരികയും അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സോ നമുക്കൊരു ട്രെഡ്മിൽ മാത്രം പോരെ, അതൊരു കാർഡിയോ സെക്ഷൻ അല്ലേ, ട്രെഡ്മിൽ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് കിട്ടില്ലേ എന്നുള്ളൊരു സംശയം കൊണ്ട് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ച് വരുന്നവർ മാത്രമുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ ട്രെഡ്മിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും നമ്മുടെ ഫാറ്റ് ബേൺ ആവുകയോ അതുപോലെ മസിൽ ബിൽഡ് ആവുകയോ ചെയ്യുന്നില്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാമപ്പ് ടൂളാണ്, ഓൺലി ഫോർ എ വാമപ്പ് ടൂൾ. അത് സംബന്ധിച്ചോളം എന്താ പറയുക, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5 to 10 minutes അല്ലെങ്കിൽ 5 to 20 minutes മാക്സിമം വർക്കൗട്ട് ചെയ്ത് നമ്മൾ ബോഡി ഒരു സ്ട്രെങ്തനിങ് വർക്കൗട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു എക്യുപ്മെൻറ്റ്, അതായത് ഈ ട്രെഡ്മിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുട്ടുവേദന ഉള്ളവർ, ഡിസ്ക് ബൾജ് ഉള്ളവർ, അതുപോലെ ഓവർ വെയിറ്റ് ഉള്ളവർ, ഇവരെയൊന്നും നമ്മൾ ഒരിക്കലും ട്രെഡ്മിൽ ഒരു സമയം ഒരു പരിധി കൂടുതൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ നമ്മളത് പ്രേരിപ്പിക്കില്ല. അത് ഒരുപാട് ദോഷങ്ങളുണ്ടാക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ജിമ്മിൽ വരുന്നതല്ലാതെ ഒരുപാട് ആൾക്കാർ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് ട്രെഡ്മിൽ വാങ്ങി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഇത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത് ഈ ട്രെഡ്മിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഫാറ്റ് ബേൺ ആവുന്നു, അവർക്ക് ജിമ്മിൽ പോകാതെ തന്നെ മസിൽ ബിൽഡ് ആകാനും അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നൊരു തോട്ടുണ്ട്. പക്ഷേ അത് അവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുദ്ദേശിക്കുന്ന റിസൾട്ട് അവിടെ കിട്ടാൻ സാധിക്കില്ല. ബിക്കോസ് അതൊരു എന്താ പറയുക, സ്ട്രെങ്തനിങ് വർക്കൗട്ട് ഒന്നുമല്ല, ജസ്റ്റ് ഒരു വാമപ്പ്, അത് മാത്രമേ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഒരിക്കൽ പോലും ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ട്രെയിനറുടെ അല്ലെങ്കിൽ ഒരാളുടെ നിർദ്ദേശമോ അല്ലെങ്കിൽ ഡിപ്പെൻസ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ട്രെഡ്മിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ട്രെഡ്മിൽ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അത് പ്രോപ്പർലി എങ്ങനെ നമുക്ക് ട്രെഡ്മില്ലിൽ വർക്കൗട്ട് ചെയ്യാം എന്നൊരു കാര്യം കൂടി നമുക്ക് ഈ സമയത്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ ട്രെഡ്മിൽ റണ്ണിങ് ആണ്. ഇപ്പോൾ ട്രെഡ്മില്ലിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ജസ്റ്റ് 1 ആണ്. ഒരിക്കൽ പോലും നമ്മൾ ട്രെഡ്മിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഒരു ഹൈ സ്പീഡിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് അത് നമുക്ക് കൺട്രോൾ തെറ്റാനും ബാലൻസ് പോകാനും ഒരു മെയിൻ റീസണാണ്. അതുപോലെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ സ്പീഡ് ഇൻക്രീസ് ചെയ്യാവുള്ളൂ. നമുക്കിവിടെ അതിനുള്ള എല്ലാ ഒരു മോണിറ്ററിങ് ഇവിടെ ഉണ്ട്, സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ളത്. അത് ത്രൂ നമ്മൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. ദെൻ നമ്മളിപ്പോൾ ഒരു 2, 4, 6, 8 അപ് ടു 20 വരെ ഇതിൻ്റെ സ്പീഡുണ്ട്. നമ്മൾ മാക്സിമം ഒരു 10 വരെയുള്ള സ്പീഡ് മാത്രമേ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു വാമപ്പ് ആയിട്ട് പോകുമ്പോൾ ഒരു മിനിമം സ്പീഡ് 4 അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ 4 to 6 അതിനുള്ളിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഞാനിതൊരു വീഡിയോ എടുക്കുന്ന പർപ്പസിന് വേണ്ടി മാത്രമായതുകൊണ്ടാണ് ട്രെഡ്മിൽ നിന്ന് സംസാരിക്കുന്നത്. പല ജിമ്മിലും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ട്രെഡ്മിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് എക്സ്ട്രീംലി ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമുക്ക് ആ ഒരു സമയം ശ്രദ്ധ പോകുന്നത് കൊണ്ട് ഒരു പക്ഷേ നമ്മൾ ട്രെഡ്മിൽ നിന്ന് തെറിച്ച് പോകാനുള്ള പോസിബിലിറ്റിയും അവിടെയുണ്ട്. ശരിക്കും നമ്മൾ ട്രെഡ്മിൽ യൂസ് ചെയ്ത് ഒരു 1 അല്ലെങ്കിൽ 2 minutes കഴിയുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഒരു ഹൈറ്റ് ഇൻക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാം. പ്രോപ്പറായിട്ട് ട്രെഡ്മില്ലിൽ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഇൻക്ലൈൻ ഒരു 10 to 8, ഇൻ ബിറ്റ്വീൻ 10 to 8 സ്പീഡ് ഒരു 3.5. ഇതാണ് ഇതിൻ്റെ ഒരു ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് കാണാം ഈ ട്രെഡ്മില്ലിൻ്റെ ഹൈറ്റ് കൂടുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻക്ലൈൻ ഇട്ടിരിക്കുന്ന 8 ആണ്, സ്പീഡ് വന്നിട്ട് 3.5. ഇതൊരു ഏറ്റവും സേഫസ്റ്റ് മോഡാണ്. അതുപോലെ തന്നെ കാലറി ബേൺ ചെയ്യാനും ഈസി ആയിട്ട് വർക്ക് ചെയ്യാനും നമുക്ക് ഈ ഒരു മെത്തേഡ്, ഈ മോഡ് ബെറ്റർ ഓപ്ഷനാണ്. ഞാൻ വേറൊരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുട്ടിന് വേദനയുള്ളവർ അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ ഇതുള്ള ആൾക്കാർ ഒരിക്കലും ട്രെഡ്മിൽ ഓവറായിട്ട് യൂസ് ചെയ്തിരുന്നു.
അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി വെയിറ്റ് അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കംപ്ലീറ്റ്ലി നമ്മുടെ നീ അല്ലെങ്കിൽ മുട്ടിലാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. കോൺട്രാക്ഷൻ കൂടും, അതനുസരിച്ച് മുട്ടിന് തേയ്മാനം കൂടും, അതനുസരിച്ച് അത് ഇഞ്ചുറി ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ പൂജപ്പുര റീബൗണ്ട് ജിമ്മിലുള്ള ഈ ഒരു ട്രെഡ്മില്ലെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസറും കൂടി ഇതിൽ അവൈലബിൾ ആണ്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ കൈ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കിത് അറിയാൻ പറ്റും. എല്ലാ മോഡൽസിലും ഇത് അവൈലബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിത് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഹാർട്ട് റേറ്റ്. ഞാനിപ്പോൾ ഈ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണുന്നതാണ് ഹാർട്ട് റേറ്റ്. സോ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഹാർട്ട് റേറ്റ് നമ്മൾ വൈൽ ഡൂയിങ് ഈ വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെഡ്മിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് എത്രയാണ്. അത് ഓവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് കാലറി. നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇത്ര നേരം നമ്മൾ ഈ ട്രെഡ്മിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രമാത്രം കാലറിയുടെ ബേൺ ഔട്ടായി എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇത് ടൈമാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു 2.5 സെക്കൻഡ്സ് ആയിട്ട് 2 minutes 5 seconds ആയിട്ടുണ്ട്. അതാണ് ടൈം ഇൻഡിക്കേഷൻ. അതിൻ്റെ ഓൾസോ അതിൻ്റെ മുകളിൽ കാണുന്നതാണ് ഡിസ്റ്റൻസ്. നമ്മൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നത് എന്തുമാത്രം ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഡിസ്റ്റൻസ് എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയും മോണിറ്ററിംഗ് ആണ് ഈ ഒരു ട്രെഡ്മില്ല് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനർ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ ഫസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾ ഇതിൻ്റെ സ്പീഡ് അത് മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ബിക്കോസ് ഒരു അപ് ടു 10 പോകുമ്പോൾ അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ പോകാൻ അല്ലെങ്കിൽ ഇതിന്ന് തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം ഒരു അത്ലറ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളോ ഒരു അത്ലറ്റ് പ്രൊഫഷണലായിട്ടൊരു അത്ലറ്റോ ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവർ നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഒരാളാണ്. അവർക്കപ്പോൾ ഒരു പക്ഷേ 15-20 ആ ഒരു സ്പീഡ് റേഞ്ചിൽ ഈസി ആയിട്ട് ഓടാൻ പറ്റും. അത് കണ്ടുകൊണ്ട് നമ്മളൊരു ബിഗിനർ ഒരിക്കലും ഈ ഒരു സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സ്പീഡിലേക്കോ പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. സോ ട്രെഡ്മില്ലിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. സോ അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് മറ്റു 2 കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ ട്രെഡ്മില്ല് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ ട്രെഡ്മില്ലിൽ നിന്ന് ഒരിക്കലും സ്പീഡിൽ ചാടി ഇറങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ട്രെഡ്മില്ല് യൂസ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിലും ജിമ്മിൽ വന്ന് ട്രെഡ്മില്ല് ചെയ്യുന്നതാണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും മൈൻഡിൽ വയ്ക്കുക. സോ അപ്പോൾ ഇത്രയാണ് ഒരു ട്രെഡ്മില്ല് യൂസ് ചെയ്യുന്നതിനെ പറ്റി ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. സോ വീണ്ടും പുതിയൊരു അപ്ഡേഷനുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.